ഇന്നത്തെ ചോദ്യം ഫൈൻഡ് ദ എൽസിയം ഓഫ് 4, 8, 32. ഇത് സിമ്പിളാണ്. എൽസിയം കാണാൻ അറിഞ്ഞാൽ മാത്രം മതി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 4, 8, 32. ഇതിനെ 3 ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 2. അപ്പം 2 2 4, 4 2 8, 16 2 32. ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിനെയും ചെറുതാക്കണം. എങ്ങനെ ആക്കും? 1 2 2, 2 2 4, 8 2 16. മനസ്സിലായി? ഇനി ഇതിനെയും ചെറുതാക്കാൻ പറ്റും, കാരണം ഇവിടെ 2 നമ്പർ ഉണ്ട്. മനസ്സിലാക്കുക, എൽസിഎമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ മിനിമം 2 എണ്ണമെങ്കിലും നമുക്ക് ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, 2 നമ്പറെങ്കിലും. ഇവിടെ 2 നമ്പർ ഡിവിസിബിൾ ആയിട്ടുണ്ട്, ഇതാണ് ഉള്ളത് ഇല്ലാത്തത്. അപ്പോൾ ഇത് 2 ഉള്ള സ്ഥിതിക്ക് നമുക്ക് വീണ്ടും 2 എടുക്കാം. നോക്കണം, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് താഴെ ഇറക്കി എഴുതുക. 1 2 2, 4 2 8. കഴിഞ്ഞു. ഇവിടെ ഇനി നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ എൽസിഎം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2, ഈ ഒരു ഇത്രയും ഭാഗം ഉണ്ടോ? ഈ ഒരു ഇത്രയും ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് 2 × 2 × 2 × 4 ഇത്ര എടുക്കുക. 2 × 2 4, 4 × 2 8. അതായത് 4 8 എത്ര? 32. മനസ്സിലായില്ലേ? ഈ 32 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഞാൻ പറഞ്ഞുതരാം. എൽസിയം കാണാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം, ഇങ്ങനെ ചെയ്യുന്നതിന് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. ശ്രദ്ധിച്ചോളുക. ഇപ്പം 4 8 32 എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കുക, 32. ഈ 32-നകത്ത് ഈ പറയുന്ന 4ഉം 8ഉം ഡിവിസിബിൾ ആണോ നോക്കുക. ഇതിൽ 4ഉം 8ഉം ഡിവിസിബിൾ ആയതുകൊണ്ട് ഇതിന്റെ എൽസിയം 32 ആയിരിക്കും വരുന്നത്. ഒരു പക്ഷേ ഡിവിസിബിൾ അല്ലായിരുന്നെങ്കിൽ 32ന്റെ അടുത്ത ഗുണിതമായ 64 ആയിരിക്കും വരുന്നത്. ഇനി അതും അല്ലെങ്കിൽ അങ്ങനെ ആ 32ന്റെ മുന്നോട്ടുള്ള മൾട്ടിപ്പിൾ വെച്ച് നമ്മൾ നോക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 2 6 10 ഇതിന്റെ എൽസിയം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെച്ച് ചെയ്യുന്നതിലും പകരം അതിനും പകരമായിട്ട് നമ്മൾക്കിപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാ? 10. 10-നകത്ത് 2 പോകും, 6 പോകുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ 10ന്റെ അടുത്ത ഗുണിതമായ 20 എടുത്തു. 20-നകത്ത് 6 പോകുമോ? ഇല്ല, 2 പോകും. അതുകൊണ്ട് നമ്മൾ അടുത്ത എന്ത് ചെയ്തു? 30 എടുത്തു. ഇത് 3 നമുക്ക് വന്നാലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ 30 എടുത്തു. 30 എടുത്തു കഴിഞ്ഞാൽ 2-നകത്ത് പോകും, 6-നകത്ത് പോകും, 10-നകത്തും പോകും. അപ്പം നമ്മുടെ എൽസിയം എന്താണ്? 30 ആണ്. മനസ്സിലായോ? അതായത് ഇങ്ങനെ നോക്കാം. 1 2 2, 3 2 6, 5 2 10. ഇനി ഇവിടെ നമുക്ക് വെട്ടാനായിട്ട് ഒന്നുമില്ല, കാരണം 2 മൾട്ടിപ്പിളെങ്കിലും മിനിമം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് പറ്റാത്തത് കൊണ്ട് നമുക്ക് അല്ലാതെ തിരിക്കാം. 2 × 3 × 5, 3 5 15. 2 × 15 എത്ര? 30. അങ്ങനെ നമുക്ക് എൽസിയം 30 എന്ന് കിട്ടി.